கீழே இருக்கிறது இல்லையாடா, அப்படியே கீழே பாருங்க. ബന്ദർ അൽക്കരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാർബിക്ക് പ്ലസ് ബീച്ച്, ബോട്ടിങ്, അങ്ങനെ പലതും നമുക്ക് എൻജോയ് ചെയ്യാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ ബന്ദർ അൽക്കരിയൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഏർലി മോർണിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി സൺസെറ്റ് കാണാം. ഹായ് വ്യൂവേഴ്സ്, നമ്മളിപ്പോൾ ഒരു അടിപൊളി ബാർബിക് സെറ്റിംഗ് കാണാൻ പോവാണ്. സോ ലെറ്റ്സ് സീ. ഇതാണ് നമ്മുടെ ബീഫ്. ബീഫ് ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇടുന്നുണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. സോ ഫസ്റ്റ് നമുക്ക് ചില്ലി പൗഡർ തുടങ്ങാം. യെസ്, ഇതിന് സ്പൂണൊന്നും ഇവർക്ക് അറിയുന്നില്ല, ഏതാണ്ടൊക്കെ ഇടുന്നുണ്ട്. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടാവും ചില്ലി പൊടി. നമുക്ക് സ്പൈസിക്ക് ഏറ്റ പോലെ നമുക്കിടാം. അതിൻ്റെ ശേഷം ഇടാൻ പോകുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഗരം മസാല ഇടാം. ഗരം മസാല, യെസ്, ഏകദേശം ഇത് ഒരു 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അവസാനം കാണിക്കാം. ഓക്കെ, യെസ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അപ്പോൾ ചില്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബീഫിലോട്ട്. സോ ബീഫിലിങ്ങനെ മസാല ഇങ്ങനെ പിടിച്ച് കയറുകയാണ്. ആൻഡ് നെക്സ്റ്റ് കുറച്ച് തൈര്, കർഡ്. നെക്സ്റ്റ് നമ്മളിതിലിടാൻ പോകുന്നത് ലെമൺ. ലെമൺ ഇല്ലാണ്ട് എന്ത് ബാർബിക്ക് അല്ലേ? അതെ, അതാണ് ഒരു ബാർബിക്കിൻ്റെ ഒരു ഹരം. ഓക്കെ, നെക്സ്റ്റ് കൊറിയാൻഡർ ആണ്. സ്പൂണിൻ്റെ അളവൊന്നും ഇല്ല, ഏകദേശമൊക്കെ നമ്മൾ നോക്കിയിട്ടാൽ മതി. ഇവരൊക്കെ ഒരു കൺഫ്യൂഷനിലാണ്, എന്നാലും സംഭവം അടിപൊളിയാണ്. നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഒരു ഫണി മൊമെന്റ്സ് ഒക്കെ വേണ്ടേ ഇടയിൽ. അപ്പം ഏകദേശം സെറ്റായി. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അടുത്തത്. സോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇത്രയ്ക്കും വേണ്ട, നമ്മൾ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അവസാനം നമ്മുടെ കുരുമുളക്, മാസ്റ്റർ ഓഫ് ബാർബിക്. ഇതൊക്കെയാണ് നമ്മുടെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ്. അപ്പം ഇതുപോലെ വ്യൂസ്
ഇതൊക്കെ കാണാൻ വരുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ബാർബിക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാം. സംഭവം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. റിയലി നൈസ് സ്മെല്ലാട്ടോ. ഏകദേശം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞു. ചില്ലി, ടർമറിക്, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കർഡ്, ലെമൺ, പെപ്പർ. ഇതൊക്കെയാണ് നമ്മുടെ ബാർബിക്കിൻ്റെ ഒരു സംഭവം. ഇവരാണ് നമ്മുടെ ബാർബിക് പുലിക്കുട്ടന്മാർ. ഓക്കെ, നമ്മുടെ മട്ടൻ കഴിഞ്ഞു. അടുത്തതാണ് അടിപൊളി മീനിന്റെ ഒരു ബാർബിക്യൂ. എന്ത് മീനാന്ന് എനിക്കറിയത്തില്ല, എന്നാലും നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് നോക്കാം. മംഗളകരമോ മഞ്ഞൾ തൂളിലെ ആരംഭിക്കണം. എപ്പോഴും നമ്മൾ നോൺ വെജ് എടുക്കുമ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടത് വാഷ് ചെയ്യണം. ഓക്കെ, അത് മറക്കരുത്. എന്നിട്ട് കുറച്ചുകൂടെ മഞ്ഞളൊക്കെ ഇട്ടിട്ട് അതിനെ പിടിപ്പിച്ചിട്ട് പിന്നെയാണ് നമ്മൾ മറ്റ് മസാലകൾ ഉപയോഗിക്കുക. ഓൾറെഡി ഇവിടെ നല്ല വാഷ് ഒക്കെ ചെയ്താൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ മിക്സിങ് മാത്രം നമുക്ക് മുളക് പൊടി ഇട്ടിരിക്കുന്നു, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നു, നമ്മൾ ഗരം മസാല chili powder, coriander powder, garam masala, turmeric powder and ginger garlic paste. ആദ്യം ഇതൊക്കെ ഇട്ട് നമ്മൾ ആ മീനിനെ ഒന്ന് എന്താ പറയുക, ഒരു വായി തന്നെ വെള്ളം ഊറും. മസാല പിടിപ്പിക്കുക, കുറച്ച് മുളക് പൊടി ഇടുക. സ്പൈസിയൊക്കെ നിങ്ങൾ നോക്കിയിട്ടിടുക. ഇത് ബാച്ചുലർ ആയതുകൊണ്ട് ഇവർക്ക് ഏകദേശം എന്തൊക്കെയോ ഇടുന്നു മാത്രം. പക്ഷെ മസാല ഒക്കെ എല്ലാം കറക്റ്റാണ് കേട്ടോ. അളവൊക്കെ നമ്മൾ നോക്കിക്കണ്ട് ചെയ്യാം. ഇവിടെ ചെറിയ ഫണ്ണൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒക്കെ ഒന്നും ശ്രദ്ധിക്കണ്ട. എന്തായാലും അടുത്ത ബ്ലോഗ്സിൽ ബ്ലോപ്പേഴ്സ് ഒക്കെ ഇടുന്നതായിരിക്കും. അടുത്തതായി ലെമൺ ഒഴിച്ചിരിക്കുന്നു. യെസ്, ആ ലെമൺ വരുന്ന ആ ഒരു സ്റ്റൈലും ഉണ്ടോ, ഷോ അങ്ങനെ ചാറ്റിൽ മഴ പോലെ അങ്ങനെ വരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റിംഗ് കഴിഞ്ഞു, മട്ടൻ സെറ്റിംഗ് കഴിഞ്ഞു, ബീഫ് സെറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ അവസാനം ഫിഷ്. പെപ്പർ ഇട്ട് അടിപൊളി. നന്നായിട്ട് ഇളക്കി അതിന് മസാലൊക്കെ പിടിച്ച് വെക്കാം. ഉപ്പ് ഏകദേശമൊക്കെ ഇട്ട് സെറ്റാക്കാം. ഓക്കെ, സത്യം പറഞ്ഞാൽ എൻ്റെ വായിൽ വെള്ളം വീഴുന്നുണ്ട് ശരിക്കും. എന്തായാലും ഇതൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊക്കെ പിടിച്ച് അതുവരെ നമ്മളിങ്ങനെ കാത്തിരിക്കുക. ബീച്ചിലൊക്കെ പോയി കളിച്ച്. യെസ്, നമ്മുടെ മീൻ കണ്ടോ തിളങ്ങി നിൽക്കുന്നത്.
അതെ അപ്പോൾ നമ്മൾ ചെറിയ ഒരു കാറിൽ വെച്ച് എന്തൊക്കെ പരിപാടിയാണ് ഇവർ കാണിക്കുന്നത് നമ്മുടെ പുലിക്കുട്ടന്മാർ. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്താൽ ഇനിയും ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. ഇവരൊക്കെ വേറെ ആൾക്കാരാണ് കേട്ടോ. പുറത്തുനിന്ന് വന്ന് നമ്മുടെ ബാർബിക്ക് കണ്ടിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുത്തിട്ട് പോവാ. ആരെന്ന് അറിയത്തില്ല. നമ്മുടെ ബാർബിക്ക് സെറ്റാക്കിയ പുലിക്കുട്ടന്മാരാണ് ഇവിടെ നിൽക്കുന്ന. രഞ്ജിത്ത്, മദൻ. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് നമുക്ക് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ஹாய் ஃப்ரெண்ட்ஸ், இப்போ நாங்கள் பார்த்தீங்கன்னா இவ்வளோ நேரம் மேலே இருந்தோம். அது பேர் வந்து அல்பந்தர் கரியான் வியூ பாயிண்ட்னு சொல்லுவாங்க. இப்போ அதுவே கொஞ்சம் கீழே போனீங்கன்னா அல்பந்தர் பீச் வரும். அதுக்கு போகிற வழி தான் இது. நார்மல் வேணுங்கிற ஒரு ட்ரெக்கிங் எக்ஸ்பீரியன்ஸ் உங்களுக்கு இருக்கும். ஃபுல் அண்ட் ஃபுல் கல் அந்த மாதிரி தான் இருக்கும். ஸோ அதுக்கேற்ற மாதிரி நீங்கள் ஃபுட்வேர் அதை போட்டு வந்தீங்கன்னா உங்களுக்கு கொஞ்சம் கம்ஃபர்டபுளாக இருக்கும். மோஸ்ட்லி இந்த ஸ்லிப்பர் அவாய்ட் பண்ணுங்கள். ஏன்னா உங்களுக்கு ஃபுல் அண்ட் ஃபுல் ஸ்டோனாக இருக்கனால ஸ்லிப் ஆகும். அதே மாதிரி கால் குத்தவும் செய்யும். இதோ அவங்க பார்த்தீங்கன்னா மேலே தான் நம்ம வண்டி நிப்பாட்டியிருக்கோம். நம்மளே அங்கே இருக்கிறாங்க. இப்போது டைம் வந்து ஆல்மோஸ்ட் ஒரு 6 o'clock. இப்போ சம்மர்னால் நமக்கு சன்லைட் வந்து இருக்குது. ஆல்மோஸ்ட் பக்கத்தில் நெருங்கிட்டோம். நம்ம இன்னும் கொஞ்சம் தான் இருக்குது. நமக்கு இப்போ ஆல்மோஸ்ட் சீ லெவலுக்கு வந்தாச்சு. இந்த ரூல்ஸ் அண்ட் ரெகுலேஷன்லாம் போட்டிருப்பாங்க. மேலே பார்த்தீங்கன்னா நம்ம ஆளுகளை உட்காந்துருக்குங்க. லேடிஸ் இருக்கிறத நம்ம இங்கே குளிக்கலை. ஆனால் கொஞ்சம் தள்ளி போய் குளிக்கிறோம். நம்மளோட ப்ரைவசிக்காக, அவங்களோட ப்ரைவசிக்காகவும். பார்த்தீங்கன்னா அங்கே தான் வந்து போட்டிங்கில் இருக்குது. பார்த்தீங்கன்னா இது ஒரு சூப்பர் பிளேஸ். இது அடிபொலியாக இருக்குது. போய் தாம இருக்கு.